Hi everyone, this is Binse from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ആപ്പിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളിൽ വേറെ ഒരു ചാനൽ നിങ്ങൾ പോകണ്ട, നമ്മുടെ തന്നെ ഈ പറയുന്ന എവിക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഹെൽപ്ഫുൾ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് എന്ന് ഉറപ്പുവരുത്തുക. റെഗുലർ ആയിട്ട് ഇതേപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് ബിൻസേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ പതിവ് കർമ്മം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ആദ്യം അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26-ൻ്റെയും iOS 18-ൻ്റെയും കുറച്ചധികം ഒഫീഷ്യലും ബേറ്റാസും റിലീസ് ആയിട്ടുണ്ട്. ആദ്യം iOS 18.6.1 എന്ന് പറഞ്ഞ ഒരു അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ഇന്ത്യൻ യൂസേഴ്സിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ടു ബി ഓണസ്റ്റ്, പെട്ടെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ US-ലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയണം, നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ അവിടെ ആപ്പിൾ വാച്ചിൽ ബ്ലഡ് ഓക്സിജൻ എന്ന ഓപ്ഷൻ്റെ ആ ഒരു ഫീച്ചർ എനേബിൾ ആയിട്ടുണ്ട്. അത് ഈ ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ iOS 26-ൻ്റെ ബേറ്റ 6 ആപ്പിൾ ആദ്യം റിലീസ് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ iOS 18.6.1 റിലീസ് ചെയ്തിട്ട് അതേ സമയം തന്നെ ഈ പറഞ്ഞ ബേറ്റ 6 റിലീസ് ആപ്പിൾ ചെയ്തു. പബ്ലിക് ബേറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യം, നമ്മുടെ മാക്ബുക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. ആപ്പിൾ ഏറ്റവും കൂടുതൽ ഹിറ്റായതും ഐഫോണും മാക്ബുക്കും കൊണ്ട് തന്നെയാണ്. മാക്ബുക്കിൻ്റെ ഒരു പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിവൈസ് വരുന്നുണ്ട്. ഇത് മാക്ബുക്ക് യൂസേഴ്സിന് നല്ല രീതിക്ക് കൂട്ടാനാണ് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി സ്റ്റുഡൻസിനാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. 12.9 ഇഞ്ചിൻ്റെ ഒരു പുതിയ മാക്ബുക്ക് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. മാക്കിൽ തന്നെ ഏറ്റവും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മാക്ബുക്ക്. ഇത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റുഡൻസിനെയും അതേപോലെ ചെറിയ ചെറിയ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരെയുമാണ് ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മാക്ബുക്ക് വരുന്ന കൂടെ തന്നെ ക്രോം ബുക്ക് അങ്ങനെ കുറേയധികം ലാപ്ടോപ്സ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അവരെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മാക്ബുക്ക് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു മാക്ബുക്കിൽ A18 Pro എന്നുള്ള ചിപ്സെറ്റ്, ഇപ്പോൾ ഐഫോൺ 16 പ്രോയിലും പ്രോ മാക്സിലൊക്കെ റൺ ചെയ്യുന്ന A18 പ്രോയിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും വെക്കാൻ പോകുന്നത്. അത് തന്നെ ധാരാളമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ പ്രൊജക്റ്റ് തീർക്കുക, അവരുടെ അസൈൻമെൻറ്റ്സ് തീർക്കുക, ചെറിയ ചെറിയ ഓൺടർപ്രണേഴ്സ്, അത് ബിഗിനിങ് സ്റ്റേജിൽ വരുന്ന ഓൺടർപ്രണേഴ്സിന് പല കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക, എക്സൽ, നോട്ട്സ്, നമ്പേഴ്സ് എന്നീ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ A18 Pro തന്നെ ഗുഡ് ഇനഫ് ആണ്. പിന്നെ ചെറിയ ചെറിയ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പറ്റും, മാക്കല്ലേ, അതൊക്കെ കുറച്ചൊക്കെ പറ്റുകയും ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് ഇത് വരാൻ പോകുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് $599 ആയിരിക്കും ഡോളേഴ്സ്. അതായത് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഏകദേശം ഒരു 60-65 രൂപയുടെ അണ്ടറിലായിരിക്കും, അല്ലെങ്കിൽ 65 രൂപയിലായിരിക്കും വരാൻ പോകുന്നത്. ഇന്ത്യൻ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ദുബായിൽ നിന്നൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ ഇതിലും വില കുറയാനുള്ള ചാൻസ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നല്ല രീതിക്കുള്ള മാർക്കറ്റ് ആപ്പിൾ പിടിച്ചെടുക്കും. പക്ഷേ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാനുള്ളത് മേ ബി ഇമ്പോർട്ടൻ്റ് ആവില്ല. തണ്ടർ ബോൾട്ടിൻ്റെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന തണ്ടർ ബോൾട്ടിൻ്റെ ഒക്കെ C ടൈപ്പ് ഇല്ലേ, അല്ലെങ്കിൽ തണ്ടർ ബോൾട്ടിൻ്റെ ഒക്കെ പോർട്ടില്ലേ, അത് ചിലപ്പോൾ ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് HDMI-യുടെ കണക്ടർ ഉണ്ടാവില്ല, SD കാർഡിൻ്റെ കണക്ടർ ഉണ്ടാവില്ല. ചിലപ്പോൾ USB-Cയും ഒരു ഹെഡ്ഫോൺ ജാക്കും മാത്രമായിരിക്കും തരാൻ പോകുന്നത്. ഈ പറയുന്ന മാക്കിൻ്റെ ഒരു ലീക്കും കൂടെ ഒഫീഷ്യലി ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ പുതിയ macOS 26 ഇല്ലേ, 26-ൻ്റെ ബേറ്റ് വന്നപ്പോൾ അതിൽ പുതിയ ഒരു ഓൺ ബോർഡ് ആനിമേഷൻ വന്നായിരുന്നു. ആ ഒരു ആനിമേഷനിൽ ഒരു മാക്ക് കാണിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു മാക്കിന് നോച്ചില്ല. ഞാനൊരു കാര്യം പറയാം, ആപ്പിൾ ഒന്നും പർപ്പസ്ഫുള്ളി അല്ലാതെ ചെയ്യില്ല. മിസ്റ്റേക്സ് ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കുറവാണ്. കാരണം മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ആപ്പിൾ ആ ഒരു മിസ്റ്റേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് യൂസ് ചെയ്യാറ്. നമ്മുടെ മാക് മിനിയൊക്കെ ചെയ്ത പോലെ ഈ പറഞ്ഞ ഓൺ ബോർഡ് വീഡിയോയിൽ മാക്കിന് നോച്ചില്ല. സോ വിച്ച് മീൻസ് ഈ വരാൻ പോകുന്ന മാക്ക്, ഞാൻ പറഞ്ഞ 12.9 ഇഞ്ചിൻ്റെ മാക്ക് മേ ബി നോച്ച്ലെസ് ആയിരിക്കും, ഒരു ഫുൾ സ്ക്രീൻ ആയിരിക്കും. ക്യാമറ സിസ്റ്റം ചിലപ്പോൾ ഉണ്ടാവുന്നത് യാതൊരു നിർബന്ധവും. ചിലപ്പോൾ ആപ്പിൾ പറയാൻ പോകുന്നത് ഐഫോൺ വെച്ച് നിങ്ങൾ ഈ പറയുന്ന വെബ് ക്യാമറ യൂസ് ചെയ്യും, അങ്ങനത്തെ കണ്ടിന്യൂറ്റി ക്യാമറ യൂസ് ചെയ്യും, അങ്ങനത്തെ ഒരു ഫീച്ചർ ചിലപ്പോൾ ആപ്പിൾ കൊണ്ടുവരാം. ആപ്പിളാണ്, ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ ക്യാമറ എടുത്ത് കളയാം, ചിലപ്പോൾ ക്യാമറ വെക്കാം, നോച്ച് വെക്കില്ലായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് കിട്ടിയ ആ ഒരു വീഡിയോയിൽ നോച്ചില്ല. നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നോച്ച് ഈ പറഞ്ഞ മാക്കിലില്ല. സോ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ഓൺ ബോർഡ് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അത്
ബൾക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലഭിക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അടുത്തത് ഞാൻ നിങ്ങൾക്കൊരു 3 ഫോട്ടോസ് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോസ് ഞാനൊരു പബ്ലിക് ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 ഫോട്ടോസ് തോന്നുമ്പോൾ വാൾപേപ്പറാണ്, വേറൊന്നുമല്ല, വാൾപേപ്പർ ഒന്നും കമൻറ്റ് ചെയ്യരുത്. പക്ഷേ ഈ ഒരു 3 ഫോട്ടോസ് കണ്ടിട്ട് ആപ്പിൾ റിലീസ് ചെയ്ത ഈ 3 ഫോട്ടോസ് എന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു, എന്തിനാണ് ചെയ്തത്, ഇത് ഇന്നും ഇന്നലെയായിട്ട് റിലീസ് ചെയ്തല്ല, കൊല്ലങ്ങൾക്ക് മുമ്പ് ആപ്പിൾ റിലീസ് ചെയ്താണ്, ഈ ഓരോ വാൾപേപ്പറും എന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആ ഒരു കാര്യം ഇത് എന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ പോലത്തെ ഒരു സംഭവം കൂടെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാം, പബ്ലിക് ഇൻട്രാക്ഷൻ പോലെ. സോ ആൾക്കാരും കൂടെ ഇൻട്രാക്ട് ചെയ്യട്ടെ, കമൻ്റ് ഒക്കെ ചെയ്യട്ടെ, നല്ല നമുക്കൊരു ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഈ ഒരു 3 ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. വരാൻ പോകുന്ന നമ്മുടെ സെപ്റ്റംബറിൽ ഇവന്റിൽ നമുക്കൊരു പുതിയ എയർപോർട്ടിന്റെ ഒരു റിലീസ് ഉണ്ടാവും, എയർപോർട്ട് പ്രോവിന്റെ റിലീസ് ഉണ്ടാവും. ആ ഒരു എയർപോർട്ട്സ് പ്രോയിൽ നമുക്ക് ലൈവ് ട്രാൻസ്ലേഷൻ വരുമെന്ന് ഓൾറെഡി നമ്മുടെ WW25 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓരോ കാര്യങ്ങളും ഉറപ്പിക്കാൻ വേണ്ടി പല ലാംഗ്വേജും അതേപോലെ നമ്മുടെ എയർപോർട്ട്സിൻ്റെ സ്റ്റെംസ് ഇല്ലേ, അതിൽ പല ഓപ്ഷൻസും കൊണ്ടുവരുന്നുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ന്യൂസുകളും ലീക്സും റൂമേഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഈ സെപ്റ്റംബറിൽ തന്നെ വരാൻ പോകുന്ന ഇവന്റിൽ നമുക്കൊരു ഹോം പോഡ് മിനി ഇവന് ഒരു പുതിയ വേർഷൻ കാണാൻ പറ്റും. ഈ ഒരു ഹോം പോഡ് മിനി എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചിന്റെ ചിപ്സാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന പുതിയ മാഗ്നിൽ ഡിസൈൻ ചേഞ്ചോ ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് S9 എന്ന് പറയുന്ന നമ്മുടെ സീരീസ് 9 വാച്ചിൻ്റെ ആ ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അതേപോലെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും ആപ്പിളിൽ തന്നെ ഇംബിൾഡ് ആയിട്ടുള്ള വൈഫൈ ചിപ്പും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വൈഫൈ ചിപ്പ് ആപ്പിളിൽ തന്നെ ആയതുകൊണ്ട് ബെറ്റർ കണക്ടിവിറ്റിയും അതേപോലെ തന്നെ ലേറ്റൻസി കുറക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഓഡിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഐഫോൺ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, ആ ഒരു ഓപ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഈ പറയുന്ന ചിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും കുറേ മാറ്റങ്ങൾ വെച്ചുകൊണ്ട് പുതിയ ഹോം പോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഹോം പോഡിൻ്റെ കാര്യം പറയുന്നതിനാണ് കൂടുതൽ ലീക്സ് നമുക്ക് വരുന്നത് ഹോം പാഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. ഞാനും എൻ്റെ ന്യൂസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും ഒരു ഹോം പോഡിൻ്റെ സ്പീക്കറും അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഹോം സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഹോം പാഡ് വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒന്നെങ്കിൽ അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം 2027 ഒരു റോബോട്ടിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണാനുള്ള ചാൻസ് ഉണ്ട് ആപ്പിളിൻ്റെ. ഇതിൻ്റെ ഒരു മോഡൽ ഓൾറെഡി ആപ്പിൾ പേറ്റൻ്റ് എടുത്ത് വെച്ചെന്ന് ഞാൻ എൻ്റെ ന്യൂസിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ പിക്സാറിൻ്റെ ആനിമേഷൻ അല്ലേ, ഇങ്ങനെ ഒരു ചെറിയ നമ്മുടെ ഡെസ്കിലൊക്കെ വെക്കുന്ന ലാമ്പില്ല, അതിന് ചാടി പോകുന്ന ഒരു ആനിമേഷനാണ് പിക്സാറിൻ്റെ. പിക്സാർ ആക്ച്വലി ആപ്പിൾ തന്നെയാണ്. ഈ പറയുന്ന കാര്യം ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി എനിക്ക് ആപ്പിളിൻ്റെ ഡീറ്റെയിലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഞാൻ ആപ്പിളിനെ തന്നെ എത്ര വന്നാലും ഗ്ലോറിഫൈ ചെയ്തവരുള്ളൂ. വേറെ ഒരു കമ്പനിക്കും ഇല്ലാത്ത ഡീറ്റെയിലിംഗ് ആപ്പിളിനുണ്ട്. സോ ആ ഒരു പിക്സാറിൻ്റെ ഷേപ്പുള്ള ആ ഒരു ലാമ്പില്ലേ, ആ ഒരു ലാമ്പ് പോലെ ഇരിക്കുന്ന ഒരു റോബോട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ റോബോട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ റോബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആൻഡ് സിറിയുടെ ഓപ്ഷൻസ് ഉണ്ടാവും. LLM ഇല്ലേ, ലാർജ് ലാംഗ്വേജ് മോഡൽ, അത് ഓൾറെഡി ആപ്പിൾ ഇപ്പോൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം വെച്ചുകൊണ്ട് ഒരു റോബോട്ടും കൂടെ 2027 റിലീസ് ചെയ്യും എന്നൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മക്കളെ ഈ പറയുന്ന ഇൻഡസ്ട്രിയും അതേപോലെ ആപ്പിളിൻ്റെ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ് ആവും. മാർക്കറ്റ് വാല്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ ആപ്പിളിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ് ഈ പറയുന്ന ഓരോ കോൺസെപ്റ്റ്സും അതേപോലെ തന്നെ പ്രൊഡക്റ്റും എന്ന് പറയുന്നത്. ടിം കുക്ക് ഇപ്പോൾ ആപ്പിളിൻ്റെ അമരക്കാരനായിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ CEO ആയിട്ടിരുന്നിട്ട് ഏറ്റവും കൂടുതൽ കൊല്ലം അതിൽ തികച്ച ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ ടിം കുക്ക് മാറിയിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റീവ് ജോബ്സിനെക്കാട്ടും കൂടുതൽ കൊല്ലം ഇപ്പോൾ ടിം കുക്ക് വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി സ്റ്റീവ് ജോബ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ പല കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് ഐഡിയലായിട്ട് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറേ വാദങ്ങളുണ്ട്, സ്റ്റീവ് ജോബ്സ് ആണോ അല്ലെങ്കിൽ ടിം കുക്ക് ആണോ ബെറ്റർ എന്ന്. രണ്ടുപേരും 2 ധ്രുവങ്ങളാണ്, രണ്ടുപേരും 2 എലമെന്റ്സ് ആണ്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണുന്ന ഈ ആപ്പിൾ ആയിരിക്കില്ല, നമ്മൾ കാണുന്ന ഈ പ്രസന്റ് കാണുന്ന ആപ്പിൾ ആയിരിക്കില്ല സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നെങ്കിൽ.
പക്ഷേ ഇപ്പോൾ ടിം കുക്ക് വന്നപ്പോഴാണ് നമുക്ക് വിഷൻ പ്രോ, ആപ്പിൾ വാച്ചിൻ്റെ പുതിയ കാര്യങ്ങൾ, എയർപോഡ്സ്, അങ്ങനെ പല കാര്യങ്ങളും ടിം കുക്ക് വന്നിട്ടാണ് ആപ്പിൾ എക്കോസിസ്റ്റം ഇമ്പ്രൂവ് ആയത്. ഹോം പോഡ്, അങ്ങനെ പല കാര്യങ്ങളും. ചിലപ്പോൾ ടിം കുക്ക്, സ്റ്റീവ് ജോബ്സ് ആയിരുന്നെങ്കിൽ അത് കാണില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ പല സമയത്ത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഈ ടിം കുക്കിനെ ആരാ എടുത്തത്. ടിം കുക്കിനെ ആക്ച്വലി CEO പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്തത് സ്റ്റീവ് ജോബ്സ് ആണ്. അത്രയും വിഷണറി ആയ ഒരു മനുഷ്യൻ സ്റ്റീവ് ജോബ്സ് ടിം കുക്കിനെ സെലക്ട് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും കാണാൻ സെലക്ട് ചെയ്യുമല്ലോ. നമ്മുടെ മാസ്റ്റർ ഊഗ്വേ പാണ്ഡനെടുത്ത പോലെ, പോവിനെടുത്ത പോലെ. സോ എന്തെങ്കിലും ഒന്നും കാണാതെ ഇവരൊന്നും അതിന് സെലക്ട് ചെയ്യില്ല. ഇത്രയും നാൾ നിലനിൽക്കില്ല. ഒന്നും ഇല്ലാത്തതായിരുന്നെങ്കിൽ ഇത്ര നാൾ നിലനിൽക്കും നിങ്ങൾക്ക് തോന്നണ്ട, എനിക്ക് തോന്നണില്ല. അതേപോലെ ഇത്രയും വലിയൊരു കമ്പനി, 3 ട്രില്യൺ കമ്പനി ആക്കാൻ വേണ്ടി ടിം കുക്കും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഓരോ ആൾക്കാരുടെയും വിഷണറി ഡിഫറെൻ്റ് ആണ്. ഓരോ ആൾക്കാരുടെ ആ ഒരു തോട്ട് പ്രോസസ്സും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാർക്കും മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല ആൾക്കാർക്കും അത് തിരിയും. അത് ഓരോ ആൾക്കാരുടെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഞാൻ പറയുന്ന പോലെ ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചിന്തിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ആപ്പിൾ എനിക്ക്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. ചില കാര്യങ്ങൾ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല പേഴ്സണലി. ഇപ്പോഴും നമ്മുടെ ആപ്പിളിൽ എന്താ പറയുക, ChatGPT അല്ലെങ്കിൽ എല്ലാം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അത് ടിം കുക്കിൻ്റെ മാത്രം കാര്യമല്ല, പല കാര്യങ്ങളും അതിൻ്റെ ബാക്കിലുണ്ട്. അതിനൊരു ടീമുണ്ട്, പല കാര്യങ്ങൾ പല ആൾക്കാരും അതിനെ ഫോക്കസ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ന്യൂസ് വീഡിയോയിൽ ഞാൻ പുതിയ കുറേ അധികം അപ്ഡേറ്റ്സും അതേപോലെ വരാൻ പോകുന്ന പ്രൊഡക്റ്റുകളും കുറേ കാര്യങ്ങൾ നമ്മൾ ആപ്പിളിനെ പറ്റി അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് ന്യൂസ് പറഞ്ഞെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുക. സബ്സ്ക്രൈബ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ഇപ്പം തന്നെ ചെയ്യും മക്കളെ, കാരണം നിങ്ങളാണ് നമ്മുടെ ഹെൽപ്പ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക.